പാവം മഹി. അതെന്താ കിരൺ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്താ കാര്യം? എന്തായാലും പറ. അത് മഹിക്ക് കല്യാണിയുടെ ഒരു ഇഷ്ടമുണ്ട്. ഓ, പക്ഷെ അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അതെന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? സ്നേഹിക്കുന്ന പെൺകുട്ടികളോട് മനസ്സ് തുറക്കാനുള്ള ധൈര്യമെങ്കിലും ആൺകുട്ടികൾക്ക് വേണ്ടേ? അതങ്ങനെയാ ദുർഗെ. എത്ര ഇഷ്ടമുണ്ടെങ്കിലും ചില സമയത്ത് തുറന്നു പറയാൻ ഭയക്കും. എന്തിന്? നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ മറുപടി നോ എന്നാണെങ്കിൽ തകർന്നു പോയില്ലേ? അപ്പോ പറയാതെ എന്തെങ്കിലും തന്റെ സ്നേഹം വിജയിക്കുമെന്ന പ്രതീക്ഷയില് മുന്നോട്ട് പോവും. അത് ഭീരുത്വമല്ലേ കിരൺ? ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹം സത്യമാണെങ്കിൽ ഒരു ഭയത്തിന്റെ ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, കിരൺ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ അറിയാത്ത രഹസ്യം എന്തേലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? കിരൺ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. പോവാ മഹേട്ട. തനിക്കെന്താ ചെവി കേട്ടൂടെ? താനെന്താ എന്നെ വിളിച്ചേ? മഹേട്ടാന്ന്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. എന്നാലേ എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ ഇഷ്ടമല്ല. ഡ്രൈവർ പയ്യൻ, അതാ തനിക്ക് നല്ലത്. ഈ ഡ്രസ്സിൽ താൻ എന്തൊരു സുന്ദരിയാണോ. എന്താ കുറച്ച് കുറയ്ക്കണോ? ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും താൻ എന്താ ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിന്? ഞാനൊരു സുന്ദരിയാണെന്ന് താൻ പറയാതെ തന്നെ എനിക്കറിയാം. എന്നെ കുറിച്ച് നല്ല ധാരണ എനിക്കുണ്ട്. പിന്നെന്തിനാ താങ്ക്സ് പറയുന്നത്? ഈ സൗന്ദര്യ അഹങ്കാരം ഒരുമിച്ച് വന്നാലേ വലിയ കുഴപ്പാ. ആ കുഴപ്പാണ് തനിക്ക്. ആ കുഴപ്പം ഞാൻ അങ്ങ് സഹിച്ചു. കെട്ടിക്കൊണ്ട് പോകുന്നവന്റെ ഒരു അവസ്ഥ എന്റെ അമ്മോ. അത് അവ സഹിച്ചോളും. അല്ല, വെറുതെ ഒരു കൗതുകത്തിനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിക്കേ. തന്നെ കെട്ടുന്ന ആളെ കുറിച്ച് തന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? സൗന്ദര്യം, സ്വഭാവം, അതൊക്കെ ഒന്ന് പറ, കേക്കട്ടെ. അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മദ്യപാനം, പുകവലി ഒന്നും ഉണ്ടാവരുത്. അതൊക്കെ ബാക്കി. പിന്നെ കാണാൻ എങ്ങനെ ഇരിക്കണോന്ന് ചോദിച്ചാ കാണാൻ പറഞ്ഞോ ഇങ്ങ് പോരട്ടെ. തന്നെ പോലാവേ ചെയ്യരുത്. കുറച്ചുകൂടി ഒക്കെ വേണം. അങ്ങനെ ഓരോന്നോരോന്നായി പറയുന്നതിനേക്കാൾ നല്ലത് ഒറ്റ വാക്കിൽ പറയുന്നതാ. തന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ കിരൺ ചേട്ടനില്ലേ, അതുപോലൊരാളാണ് എന്റെ സ്വപ്നത്തിലുള്ളത്. ഹലോ, ആ കുട്ടേട്ടാ പറഞ്ഞോ. ആ മോളെ, ഞാൻ ഇവിടെ എത്തിയേട്ടാ. സ്കൂളിന്റെ വെളിയിലുണ്ട്. വെളിയിലോ? അല്ല, അകത്തകത്ത്. ഓക്കെ, ഞാനിപ്പോ വരാം. ആ ശരി മോളെ. ആ ദുർഗീത് എങ്ങോട്ടാ? കുട്ടേട്ടൻ വന്നിട്ടുണ്ട്. ആണോ? എന്നാ ഞാൻ വരാം. കുഴപ്പമില്ല, കിരൺ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. കുട്ടേട്ടൻ എന്തോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാ വിളിച്ചത്. ഞാൻ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, മിക്കവാറും വീട്ടിൽ പോകുന്ന കാര്യം പറയാനായിരിക്കും. അതാണോ? അതെ, ഞാൻ സംസാരിച്ചിട്ട് പോരാ. കിരൺ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാൻ ചെല്ലട്ടെ. ശരി. എന്താവാൻ, നമ്മൾ സംശയിച്ചതെല്ലാം ശരിയാണ്. ആ സമയത്ത് മഹാദേവൻ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തിരികെ വന്നതിന് ശേഷമാണ് അയാൾ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചത്.
മഹാദേവൻ അങ്കിള് തന്നെയാണ് കിരണിന്റെ അച്ഛൻ. അതെ. മോളെ, നമുക്ക് ഈ കാര്യം കിരണോട് പറഞ്ഞാലോ? ഏയ്, വേണ്ട, ഇപ്പൊ പറയണ്ട. അതെന്ത്? ഞാനിതൊരിക്കൽ കിരണിനോട് സംസാരിച്ചതാ. അന്ന് കിരൺ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടാൻ കുട്ടേട്ടനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. ഈ സത്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ കിരൺ എത്താതെ നമ്മളിത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം ഇതറിഞ്ഞാ മതി. സമയമാവുമ്പോ നമുക്ക് കിരണിനോട് പറയാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ അങ്ങോട്ട്. അയ്യോ, സോറി. കുട്ടേട്ടാ, എന്തായി കാണിക്കുന്നേ? സോറി മോളെ, നമ്മൾ ഈ ആഫീസർമാരെ അടുത്ത് പോകുമ്പോഴേ സല്യൂട്ട് ചെയ്ത് ശീലിച്ചോ ഇല്ലേ, അതുകൊണ്ടാ. മാറിക്കോളെ. ശരി, ഇനി ഇത് ഇല്ല, ആവർത്തിച്ചാ മതി. ശരി.